കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളം സുരക്ഷാ ഭീഷണിയിലെന്ന് സൂചന. റൺവേയുടെ ലാൻഡിംഗ് ഭാഗത്തെ ഏക്കറുകളോളം ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലം കേന്ദ്രീകരിച്ചാണ് സുരക്ഷാ ഭീഷണിക്ക് സാധ്യതയെന്നാണ് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. റൺവേയോട് ചേർന്ന് വിമാനം താഴ്ന്നു പറക്കുന്ന ഭാഗത്ത് കാര്യമായ പരിശോധന പോലും നടക്കാറില്ല. ഇതിനു പുറമെ അന്യസംസ്ഥാന തൊഴിലാളികൾ തമ്പടിച്ചിട്ടുള്ള പ്രദേശത്ത് പോലീസ് പരിശോധനയും ഉണ്ടാകുന്നില്ല. മാവോവാദി സാന്നിധ്യവും ഭീകരവാദി പ്രവർത്തനങ്ങളുമെല്ലാം സംസ്ഥാനത്ത് വാർത്തകളിൽ നിറയുമ്പോഴാണ് കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം സുരക്ഷാ ഭീഷണിയിൽ കഴിയുന്നത്. കോഴിക്കോട് വിഷൻ ന്യൂസ് എക്സ്ക്ലൂസീവ്. മാവോവാദി സാന്നിധ്യവും തീവ്രവാദ പ്രവർത്തനവും സംസ്ഥാനത്ത് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് തന്ത്രപ്രധാനമായ കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സുരക്ഷാ വീഴ്ച നിലനിൽക്കുന്നത്. റൺവേയും എയർപോർട്ടുമെല്ലാം ചുറ്റുമതിൽ കെട്ടി നിരീക്ഷണ സംവിധാനത്തിന് കീഴിലാണെങ്കിലും വിമാനങ്ങൾ വന്നിറങ്ങുന്ന എയർപോർട്ട് ക്രോസ് റോഡിനോട് ചേർന്ന ഏക്കറുകളോളം വിസ്തൃതിയുള്ള ഭാഗത്താണ് സുരക്ഷാ ഭീഷണി പതിയിരിക്കുന്നത്. വിമാനങ്ങൾ ലാൻഡിങ്ങിനായി ഏറ്റവും താഴ്ന്നു പറക്കുന്ന ഈ ഭാഗത്ത് പതിയിരുന്ന് ഒരാക്രമണം നടത്താനുള്ള സാധ്യത തള്ളിക്കളയുവാൻ പറ്റില്ലെന്ന് എയർപോർട്ട് അധികൃതർ തന്നെ തുറന്നു സമ്മതിക്കുമ്പോഴും ഈ ഭാഗത്ത് കൃത്യമായ പരിശോധനയോ നിരീക്ഷണ സംവിധാനമോ ഇല്ല. ലാൻഡിംഗ് സമയത്ത് വിമാനവും ഭൂപ്രതലവും തമ്മിൽ കേവലം 30 മീറ്ററിൽ താഴെ മാത്രമേ അകലം ഉണ്ടാവുകയുള്ളൂ. റൺവേ വികസനത്തിനു വേണ്ടി എടുത്ത ഈ ഭാഗത്ത് കാട് മൂടിക്കിടക്കുന്ന ധാരാളം ഭാഗങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഒപ്പം റൺവേയോട് തൊട്ടുചേർന്ന ഇവിടെ ബംഗാളികളടക്കം 100-ലധികം അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടവുമുണ്ട്. അന്യസംസ്ഥാന തൊഴിലാളികളുടെ ടെന്റുകളിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുടെയും മാവോവാദികളുടെയും സാന്നിധ്യം പോലീസ് തന്നെ സമ്മതിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ പരിശോധന പോലും നടത്തിയിട്ടില്ല. വിമാനത്താവളത്തിലെ ജോലിക്കായാണ് ബംഗാളികളടക്കമുള്ള അന്യസംസ്ഥാന തൊഴിലാളികളെ റൺവേയോട് ചേർന്ന ഭാഗത്ത് താമസിപ്പിക്കുന്നതെന്നാണ് അധികൃതരുടെ ഭാഷ്യമെങ്കിലും ഈ ടെന്റിനുള്ളിൽ ആരൊക്കെ വരുന്നു, എന്തൊക്കെ നടക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു പരിശോധനയും നടത്തിയിട്ടില്ല. സംസ്ഥാനത്ത് മാവോവാദി തീവ്രവാദ സാന്നിധ്യം നിലനിൽക്കുമ്പോഴാണ് കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഗുരുതരമായ ഈ സുരക്ഷാ വീഴ്ച നിലനിൽക്കുന്നത്. എന്നാൽ റൺവേയുടെ പരിസരത്ത് താമസിക്കുന്ന നാട്ടുകാർക്ക് ഈ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് കൃത്യമായ നിലപാടും ആശങ്കയുമുണ്ട്. അന്യസംസ്ഥാനത്തിലുള്ള ബംഗാളികളാണ് ഇവിടെ കൂടുതൽ താമസിക്കുന്നത്. അപ്പോൾ അവരെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടാണ് നമുക്കറിയില്ല. അപ്പോൾ ഇവിടെ എന്തിനു വന്നതാണ്, എങ്ങനെ എന്തിനാണെന്നൊന്നും അറിയില്ല. അവർ രാവിലെ പണിക്ക് പോകുന്നുണ്ട്. ബംഗാളികൾ ഇവരെ ഉദ്ദേശം എന്താണ്, അവിടെ നിന്ന് എന്തൊക്കെ ചെയ്തു വന്നതാണെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. അപ്പോൾ അത് അന്വേഷണം നടത്തിക്കാണെങ്കിൽ അത് തെളിഞ്ഞേക്കാണെങ്കിൽ അത് ഇവിടുത്തെ നാട്ടുകാർക്കൊക്കെ വളരെ ഉപകാരമായിരിക്കും. ഒരു വലിയ ആക്രമണത്തിനോ ദുരന്തത്തിനോ ശേഷം മാത്രം ഉണർന്നു പ്രവർത്തിക്കുന്ന സുരക്ഷാ സംവിധാനങ്ങൾ ഈ വിഷയത്തിൽ അന്വേഷണവും മുൻകരുതലും കൈക്കൊള്ളണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. റൺവേ മാത്രം സുരക്ഷിതമാണെങ്കിൽ വിമാനങ്ങൾ മൊത്തം സുരക്ഷിതമായി എന്ന അധികൃതരുടെ നിലപാടിലും മാറ്റം വരേണ്ടിയിരിക്കുന്നു. ക്യാമറമാൻ ധ്യാൻ KG-ക്കൊപ്പം രാജേഷ് പറമ്പിൽ, കോഴിക്കോട് വിഷൻ. സുരക്ഷാ ഭീഷണിക്ക് പുറമെ അപകട സാധ്യതയും പതിയിരിക്കുകയാണ് കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ. രാജ്യത്തെ എയർപോർട്ടുകളിൽ അപകട സാധ്യതാ ലിസ്റ്റിൽ 3-ാമത്തേതാണ് കരിപ്പൂർ വിമാനത്താവളം. ടേബിൾ ടോപ്പ് മാതൃകയിലുള്ള ഈ വിമാനത്താവളത്തിൽ ലാൻഡിംഗ് സമയത്തും ടേക്ക് ഓഫ് സമയത്തും ദുരന്ത സാധ്യത പതിയിരിക്കുകയാണ്. ഇതിനിടെ റൺവേ വികസന കാര്യവും അനന്തമായി നീളുകയാണ് ഈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ. സുരക്ഷാ വീഴ്ച നിലനിൽക്കുന്ന കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അപകടങ്ങൾക്കും ദുരന്തങ്ങൾക്കും സാധ്യത ഏറെ. ലോകത്ത് ഏറ്റവും കൂടുതൽ വിമാന ദുരന്തങ്ങൾക്ക് സാധ്യത കൽപ്പിക്കപ്പെടുന്ന ടേബിൾ ടോപ്പ് മാതൃക തന്നെയാണ് കരിപ്പൂരിലേതും. അടുത്തിടെ വിമാന ദുരന്തം നടന്ന മംഗലാപുരം എയർപോർട്ടിന്റെ മാതൃക തന്നെയാണ് കരിപ്പൂർ വിമാനത്താവളത്തിലും നിലനിൽക്കുന്നത്. മലയിടുക്കിൽ ഉയർന്നു കിടക്കുന്ന റൺവേയിൽ വിമാനം ഇറക്കുക എന്നത് പൈലറ്റുമാരെ സംബന്ധിച്ച് ഏറ്റവും ദുഷ്കരമായ ദൗത്യമാണ്. ടേക്ക് ഓഫും ലാൻഡിംഗും അല്പം പിഴച്ചാൽ വിമാനം റൺവേയിൽ നിന്ന് തെന്നിമാറി ദുരന്തമുണ്ടാവാനുള്ള സാധ്യതയും ഏറെ. മൂടൽമഞ്ഞും പ്രതികൂല കാലാവസ്ഥയും കാരണം ലാൻഡിംഗ് സാധ്യമാവാതെ വിമാനങ്ങൾ വഴിതിരിച്ചുവിടുന്ന അവസ്ഥ നിലനിൽക്കുന്ന ഇവിടെ മഴക്കാലമെത്തുന്നതോടെ വിമാന സർവീസുകളുടെ സമയക്രമവും തെറ്റുവാൻ സാധ്യതയുണ്ട്. റൺവേ നീളം കൂട്ടുക വഴി ഒരു പരിധിവരെ ദുരന്ത സാധ്യത കുറയ്ക്കുവാൻ സാധിക്കുമെങ്കിലും റൺവേ വികസനം എന്ന കാര്യം അനന്തമായി നീളുകയാണ്. ഇൻസ്ട്രുമെന്റ് ലാൻഡിംഗ് സിസ്റ്റം അഥവാ ILS സംവിധാനമടക്കം ഈ വിമാനത്താവളത്തിൽ ഉണ്ടെങ്കിലും കൃത്യമായ പ്രവർത്തനക്ഷമതയാണ് പലപ്പോഴും പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നത്. അപകട സാധ്യത നിലനിൽക്കുന്ന ഇവിടെ വിഷയത്തിൽ സത്വര നടപടിയാണ് വേണ്ടതെന്നാണ് ആവശ്യം ഉയരുന്നത്. ക്യാമറമാൻ ധ്യാൻ KG-ക്കൊപ്പം രാജേഷ് പറമ്പിൽ.